ഒരു ഗ്രാമത്തിലെ ഒരു ദൈവവിശ്വാസി ഉണ്ടായിരുന്നു. അയാൾ എപ്പോഴും പറയും, എനിക്ക് എന്ത് സംഭവിച്ചാലും ദൈവം എന്നെ രക്ഷിച്ചോളുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ അടുത്ത ഒരു പുഴയില് പ്രളയം വന്നു. പതിയെ പതിയെ വെള്ളം ഗ്രാമത്തിൽ മുഴുവൻ വ്യാപിച്ചു തുടങ്ങി. അപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ഇപ്പോൾ പ്രളയം വരും, അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ പറഞ്ഞു. അങ്ങനെ ഒരു വലിയ വാഹനം വന്ന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുക. ഈ വ്യക്തിയുടെ വീടിന്റെ മുന്നിലും വാഹനം വന്ന് നിർത്തി. കുറച്ച് ആളുകൾ വന്ന് പറഞ്ഞു, വേഗം വണ്ടിയിൽ കയറിക്കോ, ഇപ്പൊ പ്രളയം വരും, അതുകൊണ്ട് വേഗം നമുക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാന്ന് പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, പേടിക്കണ്ട, ഞാൻ ഈശ്വര വിശ്വാസിയാണ്, എന്നെ ദൈവം കാത്തുകൊള്ളും, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. വണ്ടിക്കാര് വേറെ ആളുകളെയും കയറ്റിക്കൊണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോയി. പിന്നീട് പതിയെ പതിയെ വെള്ളം പൊങ്ങി പൊങ്ങി വീടിന്റെ മുകളിലത്തെ നിലയിലെത്തി. അപ്പോൾ അവിടേക്ക് ഒരു വഞ്ചി വന്നു. അതിൽ ആളുകൾ പറഞ്ഞു, വേഗം ഇതിൽ കയറിക്കോളൂ, നിങ്ങൾ അപകടകരമായ അവസ്ഥയിലാണ്, വെള്ളം ചുറ്റുപാടും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, പേടിക്കണ്ട, ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ദൈവം എന്നെ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. വഞ്ചിക്കാര് സ്വാഭാവികമായും അടുത്തുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പോയി. പിന്നീട് വെള്ളം പൊങ്ങി പൊങ്ങി ആൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. വെള്ളത്തിൽ ആൾ മുങ്ങി താഴുന്ന ഒരു നിലയിലെത്തിയപ്പോൾ ആൾ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു, ദൈവമേ, ഇത്ര വലിയ വിശ്വാസിയായിട്ടും നീ എന്താണ് എന്നെ രക്ഷിക്കാൻ വരാത്തത്? ഞാൻ ഇവിടെ കിടന്ന് മരിക്കാനാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ ദൈവം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ ഞാൻ ആദ്യം തന്നെ ഒരു വലിയൊരു വാഹനം അയച്ചു, ഒരു വഞ്ചി അയച്ചു. നീ ഇതിൽ കയറിയില്ല, അതിൽ കയറി രക്ഷപ്പെടാനാണ് നിനക്ക് ഞാൻ ഇതൊക്കെ അയച്ചു തന്നത്. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് നിന്നോട് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ദൈവം നമ്മുടെ ചുറ്റും ഒരുക്കിയിട്ടുണ്ടാവും. അത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നമ്മൾ കാത്തിരിക്കുന്നത് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരു മാന്ത്രികനെ പോലെ അത്ഭുതം നടത്താനാണ്. ദൈവം ഈ അത്ഭുതങ്ങൾ നടത്തുന്നത് ചില വ്യക്തികളിലൂടെയോ പ്രകൃതിയിലൂടെയോ ആവും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്. അത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ചുറ്റും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ തന്നെ ഉണ്ടാവും.